ഹായ് ഓൾ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്ലാബ് ലെയറിനെ കുറിച്ചാണ്. ഇറ്റ്സ് മെമ്മറി ഓയിസിനകത്ത് മെമ്മറി മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ അകത്തുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു സ്ലാബ് ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് സ്ലാബ് ലെയർ എന്ന് പറയുന്നത്? ഇൻ ദ കേർണൽ ക്രിയേറ്റിംഗ് ആൻഡ് റിമൂവിംഗ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ഹാപ്പൻ വെരി ഓഫൺ. അപ്പം കേർണലിനകത്ത് നമുക്ക് ഡേറ്റ സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ അതിനെ നമ്മൾ റിമൂവ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ സാധാരണമായി നടക്കുന്ന കാര്യമാണ്. സോ അത് ഫാസ്റ്റർ ആക്കുന്നതിനായിട്ട് പ്രോഗ്രാമേഴ്സ് ഓഫൻ യൂസ് സംതിങ് കോൾഡ് ഫ്രീ ലിസ്റ്റ്. അപ്പൊ ഡേറ്റ സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാനും റിമൂവ് ചെയ്യാനും നമ്മുടെ പ്രോഗ്രാമേഴ്സ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഒന്നാണ് എന്ത്, ഫ്രീ ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ ഫ്രീ ലിസ്റ്റ് എന്ന് പറയുമ്പം ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഓൾറെഡി പ്രിപ്പയർഡ് ഡേറ്റ സ്ട്രക്ചർ ദാറ്റ് ആർ റെഡി ടു യൂസ്. അപ്പം ഈ ഫ്രീ ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഓൾറെഡി അലോക്കേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ്. സോ ദേ ആർ റെഡി ടു യൂസ്. ഓക്കെ, അവര് റെഡിയാണ് യൂസ് ചെയ്യാൻ വേണ്ടി. സോ അങ്ങനെ ഓൾറെഡി അലോക്കേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രീ ലിസ്റ്റ് എന്ന് പറയുന്നത്. When the system need a new data structure, it takes one from the free list instead of creating it from scratch. അപ്പോൾ സിസ്റ്റത്തിന് ഒരു ഡേറ്റ സ്ട്രക്ചർ വേണമെങ്കിൽ അതെന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീ ലിസ്റ്റിൽ നിന്നിട്ടും ഒരെണ്ണത്തിനെ എടുക്കുന്നു ഇൻസ്റ്റെഡ് ഓഫ് ക്രിയേറ്റിംഗ് ഇറ്റ്. Okay, when the system is done using the structure, it put it back into the free list instead of deleting it. So when the system is done using the structure, എന്നിട്ട് ആ ഒരു സ്ട്രക്ചറിന്റെ യൂസേജ് കഴിയുമ്പം എന്ത് ചെയ്യുന്നു, put it back into the ഫ്രീ ലിസ്റ്റിൽ തിരിച്ചു വെക്കുന്നു ഇൻസ്റ്റെഡ് ഓഫ് deleting it. Okay, so this way the free list work like a cache that stores commonly used objects. So അങ്ങനെ വരുമ്പോൾ നമ്മുടെ free list എന്ന് പറയുമ്പോൾ which is a work like a cache that stores commonly used objects. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒബ്ജക്ട്സുകളെയൊക്കെ എന്താ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു cache ആയിട്ടായിരിക്കും നമ്മുടെ ഒരു ഫ്രീ ലിസ്റ്റ് ആക്ട് ചെയ്യുന്നത്. But there is a problem. These free lists don't have a central controller. And ഇവിടെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാല് നമ്മുടെ ഫ്രീ ലിസ്റ്റ് എന്തില്ല, ഒരു സെൻട്രൽ ആയിട്ടൊരു കൺട്രോളർ ഇല്ല. ഓക്കെ, don't have a central controller. So when the system is low on memory, it can't tell all the free lists to reduce their size. So സെൻട്രൽ കൺട്രോളർ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ സിസ്റ്റത്തിനകത്ത് മെമ്മറി ലോ ആണെങ്കിൽ ഇതിന് പറയാൻ പറ്റില്ല, നമ്മുടെ ഫ്രീ ലിസ്റ്റിനോട് സൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറയാൻ പറ്റത്തില്ല, കാരണം അതിനകത്തൊരു സെൻട്രൽ കൺട്രോളർ ഇല്ല. ഓക്കെ, so the kernel doesn't know about this separate free list at all. അപ്പൊ അതുപോലെ തന്നെ കേർണലിന് ഈ ഫ്രീ ലിസ്റ്റ് ഉണ്ട് എന്നൊരു നോളജും അവിടെ ഇല്ല. So to solve this and to make things easier to manage, Linux uses the slab layer. അപ്പൊ ഇത് സോൾവ് ചെയ്തതിനായിട്ട് ആണ് സ്ലാബ് ലെയർ എന്ന് പറയുന്ന ലിനക്സ് കൊണ്ടുവന്നത്. ഈ സ്ലാബ് ലെയർ അല്ലെങ്കിൽ സ്ലാബ് അലോക്കേറ്റർ എന്ന് പറയാം. സ്ലാബ് ലെയറോ അലോക്കേറ്ററിന് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. മീൻസ് നമ്മുടെ ഫ്രീ ലിസ്റ്റ് ഒരു സെൻട്രൽ കൺട്രോളർ ഇല്ല, അപ്പൊ മെമ്മറി കുറവാണ് നമ്മുടെ സിസ്റ്റത്തിന്. അങ്ങനെ വരുന്ന സമയത്ത് ഫ്രീ ലിസ്റ്റിനോട് സൈസ് റെഡ്യൂസ് ചെയ്യാൻ പറയാൻ പറ്റത്തില്ല, കാരണം കേർണലിന് ഓൾറെഡി ഇങ്ങനെ ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ള കുറെ ഫ്രീ ലിസ്റ്റ് ഉണ്ടെന്നുള്ള ഒരു നോളജും ഇല്ല. സോ അങ്ങനെ വരുന്ന സമയത്താണ് ഈ ഒരു സ്ലാബ് ലെയർ എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ സ്ലാബ് ലെയർ ഇസ് ജനറൽ ടൂൾ ഫോർ കേഷിംഗ് ദ ഡേറ്റ സ്ട്രക്ചർ. സോ കേഷിംഗ് ദ ഡേറ്റ സ്ട്രക്ചർ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ജനറൽ ടൂൾ ആണ് സ്ലാബ് ലെയർ എന്ന് പറയുന്നത്. So the ideas of slab layer അല്ലെങ്കിൽ slab allocator was first used in Sun OS 5.04. Sun OS ലാണ് ആദ്യമായി ഈ സ്ലാബ് അലോക്കേറ്റർ എന്ന് പറയുന്ന ഒരു ഐഡിയ തന്നെ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. മീൻസ് ഓൾഡ് സൺ മൈക്രോസിസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. So Linux uses the same name and the similar design. So slab layer എന്ന് പറയുന്നത് which is based on some simple ideas. Okay, so നമ്മള് എപ്പോഴും ഒരുപാട് യൂസ് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചേഴ്സ് we have to cached. Okay, we have cached the data structure that we used alone. Okay, then creating or deleting memory many times can break it into small pieces called fragmentation. നമ്മള് മെമ്മറി ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ മെമ്മറി നമ്മൾ ഡിലീറ്റ് ചെയ്യുക many times and which break into small pieces and it can break it into small pieces. So this is called fragmentation. So ഇത് സ്റ്റോപ്പ് ചെയ്യുന്നതിനായിട്ട് ഫ്രീ ലിസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, kept it one piece, that is continuously നമ്മൾ ഫ്രീ ലിസ്റ്റിനെ കീപ്പ് ചെയ്യുന്നു. Okay,
Since used data structures go back into the list, fragmentation doesn't happen. So നമ്മുടെ യൂസ്ഡ് ആയിട്ടുള്ള ഡേറ്റ സ്ട്രക്ചറിനെ ഗോ ബാക്ക് ഇൻ ടു ദ ലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തിരിച്ച് എന്താ ബാക്ക് ഇൻ ടു ദ ലിസ്റ്റ് തിരിച്ചു പോകുമല്ലോ. സോ അവിടെ ഫ്രാഗ്മെന്റേഷൻ നടക്കുന്നില്ല. സോ ഇതിന്റെ ബേസിസിലായിരിക്കും ബേസിക്കലി ഈ സ്ലാബ് ലെയർ ഉള്ളത്. Okay, performance improves because freed objects can be reused right away. നമുക്ക് ഫ്രീഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. If the system knows object size, page size and cache size, it make better choices. Okay. If the processor has its own part of the cache, it can allocate a free memory without needing locks. So ലോക്കുകൾ ഇല്ലാതെ allocate അതുപോലെ മെമ്മറി ഫ്രീ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. If the processor has its own part of the cache. Okay. If the system support NUMA means different memory zones ആണ്. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ it can give memory from the same zone that asked for it. Okay, object can slightly change, that means color, to stop them from using the same memory lines, which improves the performance. And the slab layer in Linux was built using all of these. അപ്പോൾ ഈ പറഞ്ഞ ഐഡിയാസ് എല്ലാം വെച്ചിട്ടായിരിക്കും സ്ലാബ് ലെയർ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഡിസൈൻ ഓഫ് സ്ലാബ് ലെയർ എങ്ങനെയാണ്? സ്ലാബ് ലെയർ ഗ്രൂപ്പ്സ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒബ്ജക്റ്റ് ഇൻടു കേഷസ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒബ്ജക്റ്റുകൾ ഉണ്ട്. സോ ഒബ്ജക്റ്റുകളെ എല്ലാം കേഷ് ആക്കിയിട്ട് ഗ്രൂപ്പ് ചെയ്ത് നമ്മുടെ സ്ലാബ് ലെയർ. ഈച്ച് കേഷ് സ്റ്റോർസ് ഓൺലി വൺ ടൈപ്പ്. അപ്പൊ ഓരോ കേഷയ്ക്കകത്തും എന്താ ഒരു ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സ് മാത്രമേ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ വൺ കേഷ് സ്റ്റോർ പ്രോസസ് ഡിസ്ക്രിപ്റ്റർ ആണെങ്കിൽ വേറൊരു കേഷയ്ക്കകത്ത് എന്തായിരിക്കും, അതിനോട് സ്ട്രക്ചേഴ്സ് ആയിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഓരോ കേഷയ്ക്കകത്തും ഓരോ ഒബ്ജക്റ്റുകളായിരിക്കും. അപ്പോൾ ഓരോ ഒബ്ജക്റ്റുകളെ കേഷ് ആക്കുന്നത് ഓരോ കേഷയ്ക്കകത്ത് ഓരോ ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റുകളായിരിക്കും. സോ kmalloc ഫംഗ്ഷൻ ഈസ് ബിൽഡ് ഓൺ ടോപ്പ് ഓഫ് ദ സ്ലാബ് ലെയർ യൂസിങ് ജനറൽ പർപ്പസ് കേഷ്. സോ kmalloc ഫംഗ്ഷൻ എന്താണ്? നമുക്ക് ഫിസിക്കൽ ആയിട്ടുള്ള മെമ്മറി അഡ്രസ്സസ് ക്രിയേറ്റ് ചെയ്യാൻ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് മെമ്മറി kmalloc ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ സ്ലാബ് ലെയർ. ഓക്കെ, യൂസിങ് ദ ജനറൽ പർപ്പസസ് കേഷ്. So next, എന്താണ് സ്ലാബ് എന്ന് പറയുന്നത്? So usually caches are divided into smaller parts for slab. This is where the name comes. അപ്പൊ നമുക്ക് കേഷകളുണ്ടല്ലോ, ഒബ്ജക്ട്സിനെ കേഷ് ആക്കുക. അപ്പൊ കേഷസിനെ നമ്മൾ സ്മോളർ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് സ്ലാബ്. ഓക്കെ, സ്ലാബ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വൺ ഓർ മോർ ഫിസിക്കലി കണ്ടിന്യൂസ് മെമ്മറി സ്പേസസ്. ഒന്നോ അതിൽ കൂടുതലോ മെമ്മറി സ്പേസസ്, ഫിസിക്കൽ മെമ്മറി പേജസിനെ കൊണ്ടാണ് സ്ലാബ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈച്ച് കേജ് ക്യാൻ കണ്ടെയ്ൻ മെനി സ്ലാബ്. ഓരോ കേജയ്ക്കകത്തും ഒരുപാട് സ്ലാബുകൾ ഉണ്ട്. അപ്പോൾ എന്താണ് സ്ലാബ് എന്ന് പറയുമ്പോൾ കേഷിനെ നമ്മൾ സ്ലാബാക്കി ഡിവൈഡ്, ഒരു സ്ലാബിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി പേജസ് വെച്ചിട്ടാണ്. ആൻഡ് ഈച്ച് കേജ് ക്യാൻ കണ്ടെയ്ൻ മെനി സ്ലാബ്സ്. ഓക്കെ, ദെൻ ഒബ്ജക്ട്സ് ആൻഡ് സ്ലാബ് സ്റ്റേറ്റ്. ഒരു സ്ലാബിന് അതെന്താ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒബ്ജക്ട്സുകൾ ഉണ്ട്. ഓക്കെ, ഈ സ്ലാബ് ക്യാൻ ബി ഇൻ വൺ ഓഫ് ത്രീ സ്റ്റേറ്റ്. ഓരോ സ്ലാബുകളും ഈ ഒരു സ്റ്റേറ്റിൽ ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലായിരിക്കും. ദാറ്റ് മീൻസ് ഒന്നെങ്കിൽ ഫുൾ ആയിരിക്കാം, അല്ലെങ്കിൽ എം ഡി ആയിരിക്കാം, അല്ലെങ്കിൽ പാർഷ്യൽ ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഓരോ സ്ലാബിനകത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഉണ്ട്. അപ്പൊ ഈ സ്ലാബ് ഒന്നെങ്കിൽ ഫുൾ ആയിരിക്കാം, അല്ലെങ്കിൽ എം ഡി ആയിരിക്കാം, അല്ലെങ്കിൽ പാർഷ്യൽ. ഈ മൂന്ന് സ്റ്റേറ്റിൽ എപ്പോഴെങ്കിലും ആയിരിക്കാം. ഫുൾ മീൻസ് ഓൾ ഒബ്ജക്ട്സ് ആർ യൂസ്ഡ്. അപ്പൊ ഇതിനകത്തുള്ള എല്ലാ ഒബ്ജക്ട്സുകളും യൂസ്ഡ് ആണെങ്കിൽ ഫുൾ സ്റ്റേറ്റിലായിരിക്കും. All objects are free, that means none of them are in use, that means empty ആയിരിക്കും നമ്മുടെ സ്ലാബ്. പാർഷ്യൽ ആണെങ്കിൽ some of the objects are used. ഓക്കെ, ഈ ഒരു മൂന്ന് സ്റ്റേറ്റിലായിരിക്കും സ്ലാബ്. When the kernel need a new object, നമ്മുടെ കേർണലിന് പുതിയൊരു ഒബ്ജക്റ്റ് വേണം. സോ അപ്പൊ എന്ത് ചെയ്യും? It first tried to get it from the partial slab. അപ്പൊ പാർഷ്യൽ ആയിട്ടുള്ള സ്ലാബിനകത്ത് നിന്നിട്ടും എന്ത് ചെയ്യാൻ നോക്കും? ഇത് ഗെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കും ഒരു പുതിയതായിട്ടുള്ള ഒബ്ജക്ട്സിനെ. പാർഷ്യൽ സ്ലാബ് എക്സിസ്റ്റ് ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? എം ഡി ആയിട്ടുള്ള സ്ലാബിനെ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പൊ എം ഡി സ്ലാബും അവൈലബിൾ അല്ല. അപ്പൊ എന്താ? പുതിയതായിട്ടൊരു സ്ലാബോടെ ക്രിയേറ്റഡ് ആകും.
Okay, so full slab cannot be used to satisfy the new request. സോ ഇതാണ് നമ്മുടെ കേഷയും സ്ലാബും ഒബ്ജക്റ്റും തമ്മിലുള്ള ഒരു റിലേഷൻ. നമ്മൾ നോക്കി കേഷെ, സോ കേഷനെ നമ്മൾ എന്തായിരിക്കും സ്ലാബാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സ്ലാബിനെ നമ്മൾ എന്താ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ യൂഷ്വലി ഒരു ഡിസൈൻ യൂസ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ക്യാൻ റെഡ്യൂസ് ദ മെമ്മറി ഫ്രാഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ. And frequently used structures are managed using slab caches. So inode പോലെയുള്ള frequently used ആയിട്ടുള്ള structures നമുക്ക് ഈ ഒരു സ്ലാബ് വെച്ചിട്ട് എന്താ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. The kernel uses an inode cache which is called inode cache B. This cache contains many slab. അതിനകത്ത് എന്തായിരിക്കും കേണലോ inode cache എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നു. അതിനുള്ളിൽ മെനി സ്ലാബുകളുണ്ട്. ആൻഡ് ഓരോ സ്ലാബിനകത്തും എന്തായിരിക്കും ഓരോ ഒബ്ജക്റ്റുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്കൊരു പുതിയ ഐനോഡ് വേണം. എവിടെ നിന്നിട്ട് എടുക്കും? പേർഷ്യൽ അല്ലെങ്കിൽ empty ആയിട്ടുള്ള സ്ലാബിൽ ആദ്യം പോയി ചെക്ക് ചെയ്യും. when it's no longer needed, വേണ്ട, okay, when it's no longer needed it marks free for use. അപ്പൊ എന്താ പിന്നീട് എന്താ അത് ഫ്രീ ഫോർ റീയൂസിന് വേണ്ടിയിട്ട് മാത്രം. സോ ഇതാണ് സ്ലാബ് ലെയറിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ.